ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു അടിപൊളി പുഡിങ്ങാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്താ പറയുക, അറേബ്യൻ ബ്രെഡ് പൈനാപ്പിൾ പുഡിങ്. ഇത് നമ്മൾ അറേബ്യൻ പുഡിങ് എന്ന് പറഞ്ഞിട്ട് വെറും ബ്രെഡ് കൊണ്ടോ അതെല്ലാം മാംഗോ വെച്ചിട്ടും എല്ലാ മാതിരി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു പൈനാപ്പിൾ വെച്ചിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും പാർട്ടിയിലെല്ലാം അടിപൊളിയായിട്ട് തിളങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ പുഡിങ് മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ട് അതൊന്ന് പഞ്ചസാര ഇട്ട് ഒന്ന് വിളയിച്ചെടുക്കൂലേ, ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് തണുത്ത പാലിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് കലക്കിയിട്ട് ഒഴിച്ചിട്ട് പിന്നെ ഒന്നിതാ മിക്സ് ചെയ്യുക. അപ്പോൾ കസ്റ്റേർഡ് ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. എന്നിട്ട് അതൊന്ന് എന്താ പറയുക നന്നായിട്ട് ഇളക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടുണ്ട്. ഇനി അതില്ലെങ്കിൽ എല്ലാവർക്കും പഞ്ചസാര വേണമെങ്കിലും ഇടാം. പക്ഷെ മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം, അധികം കട്ടിയൊന്നും വേണ്ട കസ്റ്റേർഡിന്. അപ്പോൾ വെക്കുന്നതിന് എന്താ പറയുക, കുറച്ച് ചൂടാറുന്നതിന് അത് കുറച്ചുകൂടി കട്ടിയിട്ട് വരുമല്ലോ. അപ്പോൾ ഇങ്ങനെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അതും അവിടെ മാറ്റി വെക്കാം, കുറച്ച് ചൂട് പോട്ടെ. ഇനിയിപ്പോൾ ഇതാ ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ 4 സൈഡും ഒന്ന് കളയാം. പിന്നെ ബ്രെഡെല്ലാം നിങ്ങൾ എടുക്കുന്ന ട്രേൻ്റെ വലുപ്പം അനുസരിച്ചിട്ടിരിക്കും എത്ര എണ്ണം വേണമെന്ന്. ഇനിയിപ്പോൾ ആദ്യം ഈ ട്രേയിലോട്ട് ഞാൻ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡ് ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം അത് ബ്രെഡിൻ്റെ അടിയെല്ലാം, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ പുഡിങ് തിന്നാൻ പോകുമ്പോൾ ആ ബ്രെഡിൻ്റെ അടി ഭാഗമെല്ലാം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാകുമ്പോൾ ആ കസ്റ്റേർഡ് എല്ലാം ഒന്ന് എന്താ പറയുക ഒന്ന് മിക്സ് ആയിട്ട് ഒരു വെറ്റായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്രെഡ് ആ കസ്റ്റേർഡിൽ മുക്കിയിട്ട് വെക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ മുക്കുമ്പോൾ കസ്റ്റേർഡ് പെട്ടെന്ന് തീർന്നുകൊണ്ട് കുറവുള്ള പോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ 2 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ ബ്രെഡെല്ലാം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. എന്താ പറയുക, ഗ്യാപ്പുള്ള ഭാഗമെല്ലാം പീസെല്ലാം വെച്ചിട്ട് ഫില്ല് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ ഇതാ കുറച്ചുകൂടി കസ്റ്റേർഡ് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ കുറച്ച് നല്ലോണം ഒഴിക്കണം. എന്നിട്ട് ഫുള്ളെല്ലാം ഒന്ന് എന്താ പറയുക എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുക. ഫുൾ ഒഴിച്ചിട്ട് ആ സൈഡിലോട്ടെല്ലാം കസ്റ്റേർഡ് പിന്നെ എന്താ പറയുക പോകണം, ബ്രെഡിൽ എല്ലാ ഭാഗത്തും പിടിക്കണം. അപ്പോഴാണ് തണുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പം നിങ്ങൾക്ക് മാംഗോ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പൈനാപ്പിൾ ഇല്ലെങ്കിൽ മാംഗോനെ കൊണ്ടും ചെയ്യാം. പക്ഷെ മാംഗോ സത്യം പറഞ്ഞാൽ മടുത്തു പോയി, കാരണം അത്രയധികം മാംഗോൻ്റെ എന്താ പറയുക ഡെസേർട്ടെല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതുകൊണ്ടാണ്. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് പൈനാപ്പിൾ പീസൊന്ന് ഇട്ട് കൊടുക്കുക, ഒന്ന് ലാസ്റ്റുള്ള ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. പൈനാപ്പിൾ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് തന്നെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കയ്പ്പായി പോവും. ഇനിയിപ്പോൾ മേലെ വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ വെച്ച് ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത്. ഇനിയിപ്പോൾ നിങ്ങൾ മാംഗോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ മാംഗോ ഒന്ന് പൾപ്പാക്കുക, പഞ്ചസാര ഇട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ആ പൾപ്പ് ഈ കസ്റ്റേർഡിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. ഇതാ വീണ്ടും കസ്റ്റേർഡ് ഒഴിക്കുക. ഫുള്ളും കസ്റ്റേർഡ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് ലെവലാക്കി. ഇനി നമുക്കിതൊരു എന്താ പറയുക ഒരു 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക, നല്ലോണം ഒന്ന് സെറ്റാട്ടെ. ഇനിയിപ്പോൾ അതിന് സെക്കൻഡ് ലെയർ വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു പക്രീം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമോ നെസ്ലെ ക്രീമോ എന്ത് വേണേലും എടുക്കാം. ഇനി ഇതിലേക്ക് പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ്. ആ ഒരു ക്രീമിന് മധുരം എത്ര വേണം അത് നോക്കിയിട്ട്. അപ്പോൾ ഈ പക്രീം തീരെ മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചധികം ഇട്ടത്. എന്നിട്ടൊരു വിസ്ക് കൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കാം. എന്നിട്ട് ആ സെറ്റായതിന് ശേഷം മാത്രം നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതാ നമ്മളെ പുഡിങ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് രാവിലെ എടുത്തിട്ടുള്ള രാത്രി വെച്ചിട്ട്. എന്നിട്ടിതാ അതിൻ്റെ മേലെ ഈ ഒരു മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക, എല്ലായിടത്തും ഒരേപോലെ. എന്നിട്ട് ഇത് വീണ്ടും ഒരു അരമണിക്കൂർ കൂടി ഫ്രിഡ്ജിൽ വെക്കുക. ഈ മേലെ ഇത് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് മേലെ പൈനാപ്പിളിൻ്റെ പീസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മാംഗോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ മാംഗോൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. അപ്പം എന്താ പറയുക, പൈനാപ്പിളും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാനിതാ പൈനാപ്പിളെല്ലാം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത്. പിന്നെ ഇതിൻ്റെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, റോസ് പെറ്റൽ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് ഇത് കഴിക്കണം. എന്താ ടേസ്റ്റ് എന്നറിയാം. ആ മേലത്തെ ക്രീമും കൂടി വന്നപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആട്ടോ.
അപ്പം നമ്മൾ അടിപൊളി പുഡിങ് റെഡി ആയിട്ടുണ്ട്. എന്താ പറയുക, പൈനാപ്പിളും പിന്നെ ക്രീമും കസ്റ്റേർഡും ബ്രെഡും എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.